ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തൻഷിക് വേൾഡ്. ഇന്ന് വന്നിരിക്കുന്നത് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഇളനീർ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു പുഡിങ് ഉണ്ടാക്കാനായിട്ട് ജലാറ്റിനോ ചൈന ഗ്രാസോ അഗർ അഗറോ മുട്ടയോ ഒന്നും തന്നെ ആവശ്യമില്ല. അല്ലാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ടെൻഡർ കോക്കനട്ട് പുഡിങ് തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. ഇളനീർ പുഡിങ് ഉണ്ടാക്കണം തോന്നിയപ്പോൾ ഞാൻ ലുലു പോയിട്ട് വാങ്ങിച്ച ഇളനീരാണിത്. ഇത് പക്ഷേ നമ്മുടെ നാടൻ ഇളനീരല്ല, ഇത് തായ്ലൻഡ് ടെൻഡർ കോക്കനട്ടാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് വാങ്ങിക്കുന്നത്. ഇനി ഇതൊന്ന് പൊട്ടിച്ച് നോക്കണം. എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ പൾപ്പൊക്കെ ഉണ്ടാവുമോ എന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് നോക്കാം പൊട്ടിച്ചിട്ട്. അപ്പോൾ ഇതാ അല്പം ഒന്ന് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാനിതിവിടെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം വേറൊരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, അത്യാവശ്യം പൾപ്പൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ നമ്മുടെ നാടൻ ഇളനീർ പോലെയല്ല. ഇതിൻ്റെ മണമോ രുചിയൊന്നും എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. ഒരു വല്ലാത്തൊരു മണമാണ് ഇതിന്. നമ്മുടെ നാടൻ ഇളനീരൊക്കെ ആകുമ്പോൾ നല്ല രുചിയും മണമൊക്കെ ആയിരിക്കുമല്ലോ. പക്ഷെ അതുപോലെയല്ല കേട്ടോ ഇത്. എന്തായാലും ഇത് വെച്ചിട്ട് തന്നെ പുഡിങ് ഉണ്ടാക്കാം. അപ്പോൾ ഇതാ ഇതിൻ്റെ പൾപ്പൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഈ മലായി ഇങ്ങനെ ചുരണ്ടിയെടുക്കുമ്പോൾ ഉണ്ടായ ആ ഒരു ബ്രൗൺ കളർ പോകാനായിട്ട് എനിക്കിതൊന്ന് കഴുകി എടുക്കേണ്ടതായിട്ട് വന്നു. അതിനുശേഷമാണ് ഞാനിത് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഇളനീർ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് ഇളനീർ വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. കണ്ടല്ലോ, നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. 3 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് ബ്ലെൻഡറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലിന് പകരം പശുവിൻ പാലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ കണ്ടല്ലോ, നല്ലതുപോലെ തന്നെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. വാനില എസൻസ് ചേർത്തത് കാരണം മണത്തിലൊക്കെ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. വാനില എസൻസിന് പകരം വേണമെങ്കിൽ ഏലക്ക പൊടിച്ചത് ചേർക്കാം കേട്ടോ. ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അത് ചേർക്കാവുന്നതാണ്. ഇനി നമ്മൾ പുഡിംഗ് ഉണ്ടാക്കാൻ പോകുന്ന പാത്രത്തിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് 1/4 കപ്പ് കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കോൺഫ്ലവർ ഒന്ന് കലക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഇളനീറിൻ്റെ വെള്ളം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത് ചേർത്തിട്ട് നല്ലതുപോലെ കട്ടിയൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല പാല് പോലെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഒട്ടും തന്നെ കട്ടിയൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും ഇവിടെ മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യാൻ പോകുന്ന പാത്രത്തിലോട്ട് അല്പം നെയ്യ് ഒഴിച്ചിട്ട് അത് നല്ലതുപോലെ ഒന്ന് വശങ്ങളിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഏത് പാത്രം വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനായിട്ട് എടുക്കാവുന്നതാണ്. സ്റ്റീൽ പ്ലേറ്റോ സ്റ്റീൽ ബൗളോ ഏത് വേണമെങ്കിലും എടുക്കാം. ഇനി ഇത് ഞാനൊരു സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ആ ഒരു സമയത്ത് നമ്മൾ ഇതിലോട്ട് കോൺഫ്ലവർ മിക്സ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യണം. ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ആ ഒരു സമയത്ത് തന്നെ ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ മിക്സ് ഒന്ന് ഇതുപോലെ ഇളക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ അടിയിലൊക്കെ ഇങ്ങനെ ഊറിക്കിടക്കുന്നുണ്ടാവും. അപ്പോൾ അത് നല്ലതുപോലെ ഇളക്കിയിട്ട് വേണം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തോളൂ. അതിനുശേഷം കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. കോൺഫ്ലവർ ചേർത്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് കട്ടിയാവാൻ തുടങ്ങും. അപ്പോൾ നല്ലതുപോലെ കൈയെടുക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. കട്ട കെട്ടാൻ പാടില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിവിടെ ചെറുതായിട്ട് ഇങ്ങനെ കട്ടിയാവാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടല്ലോ, ഇങ്ങനെ കട്ടിയാവാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോഴേക്ക് തന്നെ ഇത് തയ്യാറായി കിട്ടും. അപ്പോൾ ഇത് മതി. നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചൂടോടുകൂടി തന്നെ നമ്മൾ നേരത്തെ നെയ്യ് ഒക്കെ പുരട്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാത്രം ഉണ്ടല്ലോ, അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ പാത്രമൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം. ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കട്ടിയായി പോകും. അതുകൊണ്ട് പാത്രമൊക്കെ ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ചൂടോടുകൂടി തന്നെ അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ടിങ്ങനെ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. ഫ്രീസറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ചില്ലറിൽ വെച്ചാൽ മതി. 3 മുതൽ 4 മണിക്കൂറാകുമ്പോഴേക്കും ഇത് സെറ്റായി കിട്ടും. അപ്പോൾ ഇതിവിടെ 4 മണിക്കൂറായപ്പോഴാണ് ഞാൻ പുറത്തെടുത്തത്. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് റാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം നല്ലതുപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഇളനീർ പുഡിങ് അടിപൊളിയായിട്ട് തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ, എന്ത് ബ്യൂട്ടിഫുള്ളായിട്ടാണ് കിട്ടിയിരിക്കുന്നതെന്ന്. ചൈന ഗ്രാസോ ജലാറ്റിനോ അഗർ അഗറോ ഒന്നും ചേർക്കാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ ഈസിയല്ലേ ഈ ഒരു പുഡിങ് ഉണ്ടാക്കാനായിട്ട്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. ആർക്കും വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഇളനീരുണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം.
അതുപോലെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.